ഈ ഏട്ടന് നാണാവില്ലേ കണ്ട അന്യഭാഷ പടത്തിലൊക്കെ തലവെച്ച് ഊക്കുവാങ്ങാനായിട്ട്? നീ വീട്ടിലേക്ക് ചെല്ല്, ഇക്കടെ ഏതൊരു പടം OTT വന്നിട്ടുണ്ട്. ആഹാ, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ആണെങ്കിൽ അടിപൊളി. തേച്ച് മിനിക്കപ്പിക്ക ഒരയ്ക്കാൻ വിട്ടുപോയ ഭാഗമെന്നും പറഞ്ഞ് ആശ്വസിക്കാടോ. അതെ, അങ്ങനെ ആശ്വസിക്കാം. എന്നാലും കുഴപ്പമില്ല, തെലുങ്ക് പടമൊക്കെ ആകുമ്പോ ഇക്കടെ ഇൻട്രോ ഒക്കെ കിടലനായിരിക്കും. കൈയടിക്കാൻ ഒരുങ്ങിയിരുന്നോ, ഇൻട്രോ ദേ വന്നു. ബട്ട് ഈ റോൾ ആദ്യം തേടിയെത്തിയത് ലാലേട്ടനെയാണ്. പടത്തിന്റെ പേര് ഏജന്റ് നായോണ്ട് ഏട്ടൻ തന്നെ അഭിനയിക്കണമെന്ന എല്ലാരും പറയണേ. ഒരു VFX ബോംബോട് കൂടിയാണ് പടം തുടങ്ങുന്നത്. ഇക്കയും ഡെഡായി, സ്ഫോടനത്തിൽ നായകനും ഡെഡായി. പക്ഷെ തീർന്നില്ല, നായകൻ നടന്നത് മൊത്തം വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡിങ്സ് ആണ് ഈ പടം. ഇക്ക ഇതിൽ ഡെവിൾ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇക്ക റോയിലെ ചീഫാണ്. കഴുത്ത് കുരുങ്ങിയുള്ള ഡ്രസ്സിംഗ് ആയതുകൊണ്ട് ഇക്കയുടെ ശബ്ദത്തിന് കുറച്ച് ഗംഭീരത കൂടുതലായിരിക്കും. നിന്നെ ആ മിഷൻ ഞാൻ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രാണനേക്കാൾ വലുതായി നിന്റെ പ്രേമം അത് കണ്ടെയ്നറുകളിലാക്കി പോർട്ട് വരെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം. ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് വന്നതാ, വക്കീൽ സാറിനെ ഒന്ന് കാണും. എന്നിട്ട് ഇക്ക തുടങ്ങും. ഇപ്പൊ നമുക്കുള്ള ത്രെട്ട് ടെററിസം അല്ല സാർ, അത് ഈ പടത്തിന്റെ OTT റിലീസാണ്. എന്നിട്ട് ഏതോ ഫമ്മൻ സിൻഡിക്കേറ്റിനെ പറ്റിയുള്ള ഈ ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കും. സെൻട്രൽ മിനിസ്റ്റർ അക്യൂസ്ഡ് ഓഫ് ഹാവിനാഗ എന്തേലും വലിയ ഏജന്റിന്റെ കോഡായിരിക്കും. പിന്നെയുള്ളത് വില്ലൻ ഇതിൽ അറിയപ്പെടുന്നത് ദ ഗോഡ് എന്നാണ്. വില്ലൻ നേരെ നമീബിയ പോയി അവിടുത്തെ പ്രസിഡന്റിന്റെ തലവെട്ടി. ആരുടെ തലവെട്ടി എന്ന് പറഞ്ഞ്? പ്രസിഡന്റിന്റെ. എന്നിട്ട് വേറൊരു തന്നെ പ്രസിഡന്റ് ആക്കി. അവനെ തന്നെ പ്രസിഡന്റ് ആക്കാനുള്ള കാരണം തന്റെ വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ. ഷടാ, അതെന്ത് വോയിസ്? പിന്നെ നായകൻ രാമകൃഷ്ണന്റെ ഇൻട്രോ. ഒരു സ്കൂൾ ബസ് നിറയെ പിള്ളേരെ അവൻ രക്ഷിക്കാൻ വരുന്നു. ദാ വെടി കിട്ടുന്നു. ഇല്ല, നിർത്തിയില്ല, അതൊരു സ്വപ്നായിരുന്നു. എന്നാവാ, ഇനി അവന്റെ ബ്രില്യൻസ് കാണാം. ഓപ്പോസിറ്റ് വീടിന്റെ മുമ്പിൽ പാലും പത്രവും കിടപ്പുണ്ട്. രാവിലെ എഴുന്നിട്ട് ഒരു കാപ്പിയെ കുടിച്ച് ജോഗിന് പോകുന്ന അങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇന്നൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് പോരുന്നോന്നല്ലാന്ന് മോനായിക്ക് അറിയാൻ സാറേ. അതെ, അറ്റാക്ക് വന്ന അയൽവാസിയെ രാമകൃഷ്ണൻ രക്ഷിച്ചിട്ട് പോകുമ്പോ ഡോക്ടർ ചോദിക്കും, അല്ല പുള്ളി എന്താ ചെയ്യുന്നത്? അവൻ ഏജന്റ് ആവാൻ നോക്കാണല്ലോ. ഇവനെ അറിയാവോ, ഇവൻ ഭയങ്കര ക്യാമറമാനാ. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെ ഷെയ്ഡെ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ കൊടുക്കുന്നേ. റിസ്കി ഷോട്ടുകളാ. അപ്പൊ രാമകൃഷ്ണൻ ഒരു റോ ഏജന്റ് ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗുഡ് മോർണിംഗ്. ഇതൊന്നും പോരാണ്ട് പുള്ളി ഒരു എത്തിക്കൽ ഹാക്കറുമാണ്. അല്ലേല് നായകൻ ഹാക്കർ ആണെങ്കിൽ മിനിമം ഒരു എത്തിക്കൽ ഹാക്കറെങ്കിലും ആവണം. ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ അതിന്റെ എക്സ്പയറി ഡേറ്റ് തീരാറായിരിക്കുക, അതിന്റെ പിന്നിലുള്ള റാക്കി നിൽക്കുക. സാധനങ്ങളുടെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞു കൊടുത്തൊക്കെയാണ് ഹാക്കിങ്ങിന്റെ സ്കില്ല് കാണിക്കുന്നത്. ഏജന്റ് ആവുക എന്നത് തലയ്ക്ക് പിടിച്ചുകൊണ്ട് പച്ചക്കറി എല്ലാം ബോംബും ഗ്രനേഡും ഒക്കെ ആയിട്ടാണ് രാമകൃഷ്ണന് തോന്നണേ. സ്നേഹത്തോടെ ഇത്തിരി ബുള്ളറ്റ് എടുത്ത് ഉണക്കമുന്തിരിയാണെന്ന് പറഞ്ഞ നീ തിന്നോടാ. അപ്പ നായിക വരും. എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടും വരാത്തൊരു ഫീൽ ഇവിടെ കാണുമ്പോ മാത്രം എങ്ങനെ വരുന്നു? അതിന് ഒറ്റ പേരേ ഉള്ളൂ, അങ്ങനെ ഏജന്റ് ആവാനുള്ള ഇന്റർവ്യൂ നടക്കാണ്. ഒരു സ്പൈക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? സംസ്കാരം, ഭക്തി, കുട്ടികൾ. അത് കേട്ടതും അവർ അവനെ റിജക്ട് ആക്കി. അവിടെ നിന്ന് റിജക്ട് ആയപ്പോ ഇവൻ ഗുരുജി എന്ന് വിളിക്കുന്ന ഇക്കയുടെ റോ ഏജൻസി തന്നെ അങ്ങ് ഹാക്ക് ചെയ്യും. അപ്പൊ ഇക്ക അവനെ പിടിച്ച് അവന്റെ അടുത്തെത്തും. അവനാണെങ്കിൽ ഇക്കയുടെ ഒടുക്കത്തെ ഫാൻ. അവന്റെ ഇക്കാരാധന കാണിക്കാൻ വേണ്ടി ഒരു ഫ്രെയിം അങ്ങ് തരും. സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ല അതുപോലെ. ശരിയാടാ, രാമകൃഷ്ണൻ ഇക്കയുടെ കൊലകൊല്ലി ഫാൻ തന്നെ. അല്ലാണ്ട് ഇക്കയുടെ റൊമാൻറ്റിക് അപരാധം വൈറ്റ് മൂവിയുടെ സ്റ്റില്ലെടുത്ത് വെക്കണമെങ്കിൽ ചില്ലറ കുഴപ്പമൊന്നും പോരാ. ഇക്കത് കണ്ടതും എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണേ. ഇവനെ ഒരു ഏജന്റ് ആക്കാൻ ഇവൻ ഇക്കയോട് കുറെ കെഞ്ചും. ബട്ട് ആ വൈറ്റ് മൂവിയുടെ പോസ്റ്റർ അവിടെ വെച്ചത് ഇക്കയ്ക്ക് ഇഷ്ടായില്ല. അതുകൊണ്ട് ഇവനെ ഏജന്റ് ആക്കില്ല. ആ ദേഷ്യത്തിൽ ഇവൻ കൂട്ടുകാരനെ തല്ലുമ്പോ, അല്ലെങ്കിൽ അത് അങ്ങനെയല്ലേ വരും, നായകന്റെ കൂടെ നടക്കുന്നവരെ നായകനെ എങ്ങനെ വെള്ളം ട്രീറ്റ് ചെയ്യാലോ. ബോൾഡ് നായിക വരും. കിട്ടില്ലെങ്കിൽ നിന്റെ രണ്ട് കാലം അകത്തി വെച്ച് അകത്തി വെച്ച് നിന്റെ രണ്ട് കാലം അകത്തി വെച്ച് മുട്ടുകാല കേട്ട് ഞാൻ. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. എന്നിട്ട് അവളോടൊരു കാര്യം പറയാണ്ടെന്നും പറഞ്ഞിട്ട് ഇത് പറയും, മക്കളുടെ 2 മതിയോ കൂടുതലാണ്. എന്റെ മക്കളുടെ അമ്മയാവാൻ നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു. അവിടുന്ന് പാട്ട്. ഇപ്പോഴോർത്തത് ഇതൊക്കെ ഇവന്റെ റെക്കോർഡിംഗ് ചെയ്യുന്ന ഇവരെ കേൾക്കുന്നതാണേ. പുതു പുതു മിന്നൽ മിഴിമിഴ തമ്മിൽ കണ്ട പാടിവലൊരുകി പൊന്നെ. അങ്ങനെ വളരെ യാദൃച്ഛികമായി ഇക്കാൻ ഇവൻ വീണ്ടും ബാറിൽ വെച്ച് കാണും. വീണ്ടും ഏജന്റ് ആക്കാൻ കെഞ്ചും. അപ്പൊ ഇക്ക ചോദിക്കും, അവിടെ ബ്രൗൺ സൂട്ട് ഇട്ടോ എത്രയുണ്ട്? അവനെ ഇപ്പൊ തന്നെ കൊന്നുകളയാൻ പറഞ്ഞ
നിനക്ക് കൊല്ലാൻ പറ്റും. ബ്രോ ഇറ്റ് വാസ് എൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പക്ഷേ രാമകൃഷ്ണൻ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് അവിടെ ഒരു തീപിടുത്തം ഉണ്ടാക്കി ബോഡി ഗാർഡ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഒരു ക്യാനിൽ തോക്ക് വെച്ച് അയാളെ കൊന്ന് ഇക്ക തിരിഞ്ഞ് ആദ്യ പെഗിൽ 4ാമത്തെ ഐസിട്ട് വരുമ്പോഴേക്കും അവൻ തിരിച്ചെത്തി അവനെ ഞാൻ കൊന്നു സർ. എന്നും പറഞ്ഞ് ഇക്ക അവനോട് പോവാൻ പറയും. അതിനിടയിൽ വില്ലൻ ഏതോ മാരക വെപ്പൺ ഡീൽ നടത്തുന്നുണ്ടെന്നറിഞ്ഞ് ഇക്ക ഇഴഞ്ഞു വരും. വില്ലൻ ആ വെപ്പണും കൊണ്ട് രക്ഷപ്പെടും. ബട്ട് ഇക്ക വിടോ, വില്ലന്റെ ടീമിന്റെ വണ്ടി വെടിവെച്ചിട്ട് ആ കത്തുന്ന വണ്ടിയിലേക്ക് വളരെ കൂളായി നടന്നു കയറും. എന്നിട്ട് അതിനേക്കാൾ കൂളായി ഹാങ്ങറിൽ ഷർട്ട് തൂക്കിയ പോലെ നടന്നിറങ്ങും. ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കൈ. അപ്പൊ നായികയ്ക്ക് അടുത്ത പ്രശ്നം, മിനിസ്റ്ററിന്റെ മോൻ ഇവളെ കണ്ടപ്പോ എനിക്ക് കുറച്ച് ഹോഴ്സ് പവർ കൂടുതലാ. അത് അവൾക്ക് ഇഷ്ടായില്ല. അല്ല, ഈ വേട്ടവളിയിലും ഇമ്മാതിരി ചെറ്റവർത്താനല്ലേ നിന്നെ ആദ്യം കണ്ടപ്പോ പറഞ്ഞത്? എന്റെ മക്കളുടെ അമ്മയാവും നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു. ബ്ലഡി ഡബിൾ സ്റ്റാൻഡേർഡ് ഫെലോഷിപ്സ്. ഇത് കേട്ടത് നേരെ മിനിസ്റ്ററിന്റെ വീട്ടിൽ പോയി അടി വാങ്ങി മാസ് കാണിക്കും. അതെന്ത് മാസ്? അങ്ങനെയൊന്നുമില്ല. കൂൾ മാസ്, കൊലമാസ്, കിളിമാസ്, സീമാസ്, അടി വാങ്ങി മാസ്. അത് കണ്ടതും ലവ് വന്ന് നാസയിലേക്ക് പോവാൻ നിന്ന അവൾ നാസയുടെ കിണ്ടിന്നും പറഞ്ഞ് അവന്റെ പുറകെ പോകും. അപ്പൊ ഇക്കയുടെ കാര്യം എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് ഫൈറ്റിൽ ഇക്കയുടെ കൈ ഒടിഞ്ഞു. യെസ്, ലിറ്ററലി ഇപ്പൊ ഒരു എല്ല് കൂടുതലാണ്. ഒടുക്കം വില്ലനെ പിടിക്കാൻ വേണ്ടി ഇക്ക രാമകൃഷ്ണന്റെ അടുത്തെത്തും. എന്നിട്ട് ഒരു റൂൾ അങ്ങ് വെക്കും, പ്രാണനേക്കാൾ വലുതായ നിന്റെ പ്രേമം വിട്ടുകളയും. കാരണം എന്താ? ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. അന്ന് ചിരിച്ചെങ്കിലും ആ കൂശമ്പി ഇപ്പോഴും ഇക്കയുടെ ഉള്ളിലുണ്ട്. ഒരാളെയും സമാധാനമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഇക്ക പറഞ്ഞു മിനിസ്റ്ററുടെ കൂടെ കൂടിയ വില്ലനെ പിടിക്കാൻ എളുപ്പമാകുമെന്ന്. സോ നായിയെ വിട്ട് രാമകൃഷ്ണൻ മിനിസ്റ്ററിന്റെ ടീമാകും. അപ്പൊ വില്ലൻ ആരാന്ന് വെച്ചാൽ ഇക്ക ട്രെയിൻ ചെയ്ത് വളർത്തി ഒടുക്കം ഇക്ക തന്നെ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലാൻ പറയും. അങ്ങനെ ഒരു ടെററിസ്റ്റ് ആയിട്ട് മാറിയ ആളാണ് വില്ലൻ. ഈ പെണ്ണ് കിട്ടാത്ത കുശുമ്പ് കാരണം ഓരോരുത്തന്മാര് ടെററിസ്റ്റ് വരെയായി. എന്നിട്ട് ഫസ്റ്റ് കൺസൈൻമെന്റിൽ തന്നെ രാമകൃഷ്ണൻ മന്ത്രിയെ തട്ടും. അത് കഴിഞ്ഞിട്ട് അവിടെ എന്നിട്ട് ഗുണ്ടയുടെ വക അവന്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മുടെ ബുള്ളറ്റ് പോലും പേടിച്ചു നിൽക്കുക. അണ്ണാ മരണം ദേ നമ്മുടെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ? ആരവരൊക്കെ? ജീവിച്ചിരിക്കുന്ന ഇറച്ചിക്കടകൾ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല. എന്നിട്ട് ഇക്ക ട്രെഡ്മില്ലൊക്കെ നടന്നു വരും. ചെറിയ ഉളുപ്പില്ലായ്മൊന്നും പോരാ ഇമാതിരി ഐറ്റംസ് പടച്ചു വിടണമെങ്കിൽ. എന്നിട്ട് മെയിൻ വില്ലൻ രാമകൃഷ്ണനെ തട്ടാൻ ഒരു ചോട്ടാ വില്ലനെ അയക്കും. ബട്ട് ചോട്ടാ വില്ലന് രാമകൃഷ്ണനെ അങ്ങ് ഇഷ്ടപ്പെടും. ഇതെന്നിട്ട് മെയിൻ വില്ലനോട് പറയുമ്പോ അവൻ നിങ്ങളെക്കാൾ ബെസ്റ്റാണ്. എങ്ങനെ ഇരിക്കണം? ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ. അപ്പൊ മാരക വെപ്പണിനുള്ള ഡിവൈസ് ഡാമേജ് ആകും. അപ്പൊ അതിൽ നിന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടി വളരെ സട്ടിലായിട്ട് ലോകത്തിന്റെ എല്ലായിടത്തുനിന്നും ഹാക്കേഴ്സിനെ ചാക്കിട്ട് പിടിച്ചു കൊണ്ടുവരും. വില്ലൻ എന്നിട്ട് രാമകൃഷ്ണനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കാശ്മീരിൽ ഒരു മിഷൻ കൊടുക്കും. അവിടെ അവൻ മിനിസ്റ്ററുടെ മോനെ വെടിവെച്ച് കൊല്ലും. എന്നിട്ട് പോലീസ് പിടിക്കുമ്പോ ഇവൻ പറയാ, പറയുന്നൊന്ന് മനസ്സിലാക്ക്, എന്നൊന്ന് റിലീസ്. എന്ത് മനസ്സിലാക്കാൻ? തോക്ക് പൊട്ടോന്ന് പറയാൻ വേണ്ടി വെടിവെച്ച് നോക്കിയതാണോ? എന്നിട്ട് ഇവൻ അപ്പൊ തന്നെ പറയും, ഞാൻ ഇക്കയുടെ ഏജന്റ് ആണ്, പുള്ളി പറഞ്ഞൊരു മിഷനിലാണെന്ന്. ആൻഡ് ഇക്ക ബി ലൈക്ക്, ഞാൻ പറഞ്ഞിട്ടില്ല. ഇക്ക തേച്ചൊന്ന് മനസ്സിലായപ്പോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോണ വഴി കൊക്കയിൽ വീഴാൻ പോകുമ്പോ വില്ലൻ രാമകൃഷ്ണനെ പറന്നു വന്ന് രക്ഷപ്പെടുത്തും. എന്നിട്ട് അവർ ബഡ്ഡീസ് ആകും. അങ്ങനെ ഇക്ക പിടിച്ചു വെച്ച വില്ലന്റെ ആളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള മിഷനുമായി രാമകൃഷ്ണൻ എത്തും. അപ്പതാ വരുന്നു. എന്നിട്ട് മാരക ട്വിസ്റ്റ്, രാമകൃഷ്ണന് വില്ലന്റെ വിശ്വാസം പിടിച്ചു പറ്റാനുള്ള അഭിനയമായിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ മാങ്ങാണ്ടി നടന്ന് വില്ലന് മനസ്സിലാകും ഇവൻ ഇക്കയുടെ ആളാണെന്ന്. അപ്പൊ വില്ലൻ ചോദിക്കും, നിനക്ക് എന്താ ഇത്ര ഇക്കാരാധനാന്ന്? അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ പണ്ട് ഇവന്റെ സ്കൂൾ ബസ് പൊട്ടിത്തെറിച്ചപ്പോ അന്ന് ഇവനെ ഇക്ക പാട്ട് പാടി ആശ്വസിപ്പിച്ചു. അതാണ് ഇവനിത്ര ഇക്കാരാധന. ഒടുക്കം വില്ലൻ ഇക്കയുടെ ഓഫീസിലെത്തി പറയും, പല സ്ഥലത്ത് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്, അത് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഡിവൈസ് ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു തരണമെങ്കിൽ ഇക്കനെ രാമകൃഷ്ണൻ തന്നെ കൊല്ലണമെന്ന്. ഇക്ക രാമകൃഷ്ണനോട് നീ എന്നെ വെടിവെക്കുന്ന പോലെ അഭിനയിച്ചൊരു പ്ലാൻ ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴേക്കും രാമകൃഷ്ണനെ അറിയാലോ, തള്ളയൊന്നും നോട്ടയില്ല, പുള്ളയൊന്നും നോട്ടയില്ല, ഒന്ന് തുമ്മിയാ മതി അപ്പ വെക്കുമ്പടി ടക ടക ടകേന്ന്. എന്നിട്ട് രാമകൃഷ്ണൻ വില്ലന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ വില്ലൻ ചോദിക്കുന്നതാണ് അവിലല്ലേ ഇക്കനെ കൊല്ലാണെന്ന്. അപ്പൊ രാമകൃഷ്ണനെ ഓടിട്ടിട്ട് എന്നിട്ട് വില്ലൻ ചോദിക്കും, അവസാനമായി നിന്റെ ഗുരുജി എന്താ പറഞ്ഞേ? ഈ പടം മോട്ടിട്ട് വരാതെ നോക്കിയേക്കണേടാ. അപ്പൊ 4.5 മിനിറ്റിനുള്ളിൽ 26 സ്ഥലത്ത് ബോംബ് പൊട്ടാൻ നിൽക്കുമ്പോ ചീഫ് പറയാ,
ഇമീഡിയറ്റ്ലി ഡിഫൻസ് ഇൻഫോം ചെയ്ത് ആ 26 ലൊക്കേഷൻസിലെ ജനങ്ങളെയും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയും. ഏത് 4.5 മിനിറ്റിൽ 26 സ്ഥലത്ത് നിന്ന് ആൾക്കാരെ മൊത്തം ഇവാക്യുവേറ്റ് ചെയ്യാം. വേണേ താൻ തന്നെ പോയി ചെയ്യടോ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. രാമകൃഷ്ണൻ അപ്പോഴേക്കും ഗുണ്ടകളൊക്കെ ഇടിച്ചിട്ട് ഡിവൈസിന്റെ അടുത്തേക്ക് എത്തും. അതിന്റെ ഇടയിൽ റോ ടീംസ് ഡിവൈസ് ആക്ടിവേറ്റ് ആവണേക്കാൾ മുമ്പ് അവിടേക്ക് മിസൈൽ അയക്കും. രാമകൃഷ്ണൻ ചാവണിൽ ചാവട്ടെ എന്നുള്ള ലൈൻ. ബട്ട് രാമകൃഷ്ണൻ 2 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ ഡിവൈസ് ഡീആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മിസൈൽ എത്തും. പിന്നെ എന്തിനാടോ ആ മിസൈൽ വിട്ട് കളിക്കുന്നത്? ബട്ട് ആരും പേടിക്കേണ്ട, രാമകൃഷ്ണൻ ചത്തിട്ടില്ല. ഇക്കിയും ഡെഡായെന്നാണ് എല്ലാരും വിചാരിച്ചത്. ബട്ട് അവർക്കറിയില്ലല്ലോ, തെലുങ്കന്മാർക്ക് ഇവൻ ഡെവിൾ, ഹിന്ദിക്കാർക്കിടയിൽ ഡാഷിംഗ് ജിഗർവാല, മലയാളി കുഞ്ഞുങ്ങൾക്കിടയിൽ ഇവൻ ഒരേ ഒരു പേരേ ഉള്ളൂ. ഓക്കെ ബർല ഞാൻ ടാറ്റ പറഞ്ഞു മടുത്തു മക്കളെ. പൊയ്ക്കോളൂ